ഞാൻ ശിവരാമകൃഷ്ണൻ പഴമ്പാറക്കോടുകാരനാക്കും. പക്ഷേ நான் கல்யாணம் பண்ணியிருக்கிறது தரூரில் இருந்தாக்கும். தரூர் கிராமத்தில் ஒரிஜினலாக ஒரு 4-5 வீடு தான் இருந்தது. அதில் யாருமே இப்போ அங்கே இல்லை. நான் கல்யாணம் കഴിച്ച് എന്നോട് சின்ன മാമിയാരാക്കും அங்கே உள்ளது. அவள் இப்போது வேலைக்காரி கூட இல்லாததுனால பாலக்காட்டிலேயாக்கும் தாமசம். அப்பப்போ பிராமின்ஸ் ஆகதே இல்லை. அதுக்கு ஆப்போசிட் அங்கே ஒரு ஊட்டுப்பெறையெல்லாம் உண்டாயிருந்தது. முன்னே அந்த கோவில் நடத்திக்கிட்டு இருந்ததெல்லாம் വാളോട് മറ്റേ അച്ഛന്മാരോട് കെയർ ഓഫിലാക്കും. പക്ഷേ കുറേ കാലം അങ്ങ് ആദ്യത്തിൽ പൂജ കഴിച്ചുകൊണ്ടിരുന്നത് എന്നോട് വൈഫോട് താത്ത പാട്ടാവാക്കും, രഘുപതി മാഷ് ചൊല്ലുവാൻ. அந்த രഘുപതി മാഷാക്കും அதெல்லாம் நடத்திக்கிட்டு இருந்தார். പിന്നെ கொஞ்ச காலம் அவரோட பிள்ளை இங்கே மாஷாக இருந்தான். என்னோட சின்ன மாமனார் வைத்தியநாதன். அவன் கொஞ்ச காலம் அந்த கோவிலത്തെ കാര്യങ്ങളെല്ലാം பார்த்துக்கிட்டு இருந்தார். அவரும் போயாச்சுப்போ இப்போ அத்தியாவசியம் வரத்தேன் அங்கே கிராமத்தோடு இருக்குது. நான் இங்கேருந்து அங்கே போவேன், ஆகிட்டு வருவேன், அப்படி கேட்கும். அப்போது அம்பலத்தோடு காரியங்களங்க பார்க்கறதெல்லாம் இப்போது அந்த இப்போ கவர்மெண்ட் ഏറ്റെടുത്താச்சு, മലബാർ ദേവസ്വം ബോർഡ്. അപ്പോൾ അതിനാലെ അവളോട് ഒരു കമ്മിറ്റി ഉണ്ട്. പക്ഷേ அந்த കുട്ടികളെല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികളാക്കും, സ്റ്റുഡൻസ് ആക്കും. അതിനാലെ அந்த കാര്യങ്ങളെല്ലാം எல்லாத்துக்கும் காண்டாக்ட் பண்ணிகிட்டு இருப்பாள். நானும் போயிட்டு இருப்பேன். அதாக்கும் காரியம் அதனோடு. പിന്നെ തരൂരിൽ അതില്ല, എല്ലാം കാവശ്ശേരിയിലേന്ന് പുറപ്പെട്ടവർ തന്നെ ഇരുന്നത്. അത് ഇതൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ கொஞ்ச കാലമായിട്ട് കിഴക്കഞ്ചേരിയിലെ ധർമ്മരാജ വാദ്യാരോട് ഫാമിലിയാക്കും വന്നുകൊണ്ടിരിക്കുക അங்கே. പക്ഷേ ഇപ്പോൾ ധർമ്മരാജ വാദ്യാരും പോയാച്ച്, അവരോട് ഇതെല്ലാം വെച്ചാൽ വെങ്കടകൃഷ്ണൻ അവനും പോയാച്ച്. ഇപ്പോൾ ഹരി മാത്രം தான் ഉള്ളത്. അവനാക്കും കാര്യങ്ങൾക്കെല്ലാം ഉള്ളത്. പക്ഷേ തരൂരിലെ ഇതൊന്നും നടക്കാൻ പതിവില്ല. കോവിലുക്കും ഗ്രാമത്തുക്കുമായിട്ട് ഇതേ ഇല്ലേ. അവർ ശാന്തി കഴിച്ചുകൊണ്ടിരുന്നത് എന്നോട് വൈഫോട് താത്താവാക്കും എന്നുള്ളതല്ലാക്കി கோவிலோடதெல்லாம் கோவிலுக்கு வேண்டி கொஞ்சம் பூமியெல்லாம் இருந்தது அங்கே. அது அவள் அச்சன்மாரோட கையிலே தான் அவள் அதுலேருந்து கொடுத்துக்கிட்டு இருந்தாள். அதிலே இருந்தாக்க மெயின்டைன் பண்ணிட்டு போயிட்டு இருந்தாள். அது கழிஞ்சிட்டு இப்போது தேவசம் எடுத்து பண்ணி எப்படி நடக்கிறதுன்னு எனக்கு தெரியாது. ഗ്രാമത്തിൽ ഇപ്പോൾ ആരുമില്ലേ. പിന്നാലെ ഇരുന്ന ഒരു இந்த അറ്റത്തിലൊരു മാമി ജീവനും ഉണ്ട്. പക്ഷേ അവൾക്കും സുഖമില്ലായ്ക്കായി മറ്റേ കോയമ്പത്തൂരിലെ അവൾ റിലേഷൻ കൂടെ പോയിരിക്കാൾ ഒരു വീട്ടിൽ. പിന്നെ എന്നോടും இந்த சின்ன மாமியாராக்குള്ളത്. அவளுக்கும் തന്നെ ഇരുന്നുകിടத்துக்கு ஆகாது. அதனால இங்கே இல்லை. அல்லாட்டா அவள் தான் உள்ளது இப்போ அங்கே. போவேன் கோவிலுக்கும் அங்கே உற்சவம் வரத்துக்கெல்லாமா. அதான் நேற்றைக்கு நவராத்திரி இது நேற்றைக்கு நானாக்கு ஒரு வழக்கு கொடுத்துருந்தேன். அங்கே போயிருந்தேன். பிரசாதமெல்லாம் கொண்டு தந்தான். இங்கே பூஜை കഴിച്ചുകൊണ്ട് இருந்தவன் தான் இப்போ அங்கே பூஜை കഴിக்கிறான். എല്ലാം ഏർപ്പാട് பண்ணி കൊടുക്കുന്നതും. എല്ലാവർക്കും നമസ്കാരം. ഇത് തരൂർ ശ്രീ പൂതക്കോട് ഭഗവതി ശിവക്ഷേത്രമാണ്. ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ ഉള്ള ക്ഷേത്രമാണ്. അതിപുരാതനമായ ശിവക്ഷേത്രമാണ് തരൂർ ശ്രീ പൂതക്കോട് ഭഗവതി ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവതിയും ശിവനും ഉള്ള 2 മൂർത്തികളെയുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂർവികം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഭഗവതിയും ശിവനും ഗണപതി ഭഗവാനും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് 1982 കുംഭാഭിഷേകത്തിന് ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പനെയും ശ്രീ അയ്യപ്പനെയും ഇവിടെ പ്രതിഷ്ഠിച്ച് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ 2009 നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2016 വീണ്ടും കുംഭാഭിഷേകം കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ തിരുവാതിര നാളിൽ ആഘോഷിക്കുന്ന തരൂർ വേല മഹോത്സവമാണ്. ആ വേല എന്ന് പറയുന്നതാണ് തട്ടകത്തെ മാമാങ്കമായിട്ട് എല്ലാ ഭക്തജനങ്ങളും കാണുന്നതും. ഈ തട്ടകത്തെ ഏകദേശം 1000ഓളം വീടുകളാണ് ഈ തട്ടകത്തിലുള്ളത്. ആ 1000ഓളം വീടുകളിലെ തട്ടകവാസികളെല്ലാവരും ഈ മീനമാസത്തിലെ തിരുവാതിര നാളിൽ ഈ സന്നിധിയിൽ എത്തിച്ചേരുകയും ഭഗവതിയുടെയും കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാകുകയും ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാൻ തന്നെയാണ്. ശിവഭഗവാനും ശ്രീ ഭഗവതിയുമാണ്. പക്ഷേ ഇവിടുത്തെ ശിവഭഗവാനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പ്രതിഷ്ഠ പടിഞ്ഞാറ് നോക്കിയിട്ടാണ്. പാലക്കാട് ജില്ലയിലെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പ്രതിഷ്ഠയാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ അർദ്ധപ്രദക്ഷിണം ഇവിടെ ഇല്ല, പൂർണ്ണ പ്രദക്ഷിണം മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിലും നമുക്ക് അർദ്ധപ്രദക്ഷിണം നടത്തി ശിവഭഗവാനെ വീണ്ടും തൊഴുകാൻ കഴിയും. പക്ഷേ ഇവിടെ അർദ്ധപ്രദക്ഷിണം ഇല്ല, ഇവിടെ പൂർണ്ണ പ്രദക്ഷിണമാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ പറയുന്ന മാതിരി നവരാത്രി മഹോത്സവമാണ് മറ്റൊന്ന്
ആഘോഷിക്കാറുള്ളത്. തരൂരിനെ സംബന്ധിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ നടന്നു വരുന്നത്. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നു. അവിടുത്തെ ബ്രാഹ്മണരായിരുന്നു ഇവിടെ ഇതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ ശ്രീ TR വൈദ്യനാഥൻ മാഷ്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ മുത്തശ്ശനായിരുന്നു കുറച്ച് ആദ്യകാലത്ത് ഇവിടെ ശാന്തി നടത്തിയിരുന്നത്. എൻ്റെ വൈഫിൻ്റെ മുത്തശ്ശൻ. അതാണ് അതിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ എന്താണ് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ്റെ അവിടെ നടത്തുന്നത് ശിവരാത്രിയും തിരുവാതിരയും പിന്നെ ശിവരാത്രി അതെ അതെ നവരാത്രി ഭഗവതിയുടെ ആയിട്ടാണ് 40 ദിവസം മണ്ഡലപൂജ കാര്യങ്ങളൊക്കെ നടത്തി വരാറുണ്ട്. പിന്നെ ഇതിന്റെ മൂലസ്ഥാനം അവിടെ അതെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ശ്രീ കുറുമ്പക്കാവ് എന്ന് പറയുന്ന തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രമാണ്. വേല അവിടെ നിന്നാണ് ആരംഭിക്കുക. അതായത് തിരുവാതിര ദിവസം ശിവന്റെ നക്ഷത്രത്തിനാണ് വേല, പക്ഷേ ഭഗവതിക്ക് മുമ്പിലാണ് കൊടിമരവും ഇതുമൊക്കെ. അങ്ങനെ യോജിച്ചിട്ടുള്ളൊരു ഇതാണ്. പ്രദോഷ പൂജയാണ് മറ്റൊന്ന്. ആളുകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൂജ എന്ന് പറയുന്നത് ശ്രീ ശിവസന്നിധിയിൽ നടക്കുന്ന പ്രദോഷ പൂജയാണ്. പിന്നെ ആയില്യ പൂജയ്ക്കും ഈ പറയുന്ന മാതിരി ഇവിടെ നാഗത്തറയുണ്ട്. അതിലും ആളുകൾ നിറയെ വന്ന് പങ്കുചേരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞമാതിരി പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയും എന്നുള്ള സങ്കല്പത്തിൽ ഭഗവതിയും, പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഇവിടെയുണ്ട്, ശ്രീ അയ്യപ്പൻ ഇവിടെയുണ്ട്, ശ്രീ മഹാഗണപതി ഇവിടെയുണ്ട്, ശ്രീ നാഗസന്നിധി ഇവിടെയുണ്ട്. അങ്ങനെ 5 ദൈവമൂർത്തികളും പിന്നെ നാഗസന്നിധി അടക്കം 6 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഒരു ഭക്തൻ വന്നാൽ എല്ലാവരെയും തൊഴുത് വണങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം അമ്പലമാണ് തരൂർ ശ്രീ പൂതക്കോട് ഭഗവതി ശിവക്ഷേത്രം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം. എൻ്റെ പേര് ശശി ജി നായർ. ഞാൻ ദേശ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ ദേശ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. ഭാരവാഹികളും ഇവിടെ ഉണ്ട്. ഈ ദേശത്തെ സംബന്ധിച്ച് രാജേഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്തായാലും ദേശത്തിൻ്റെ സംരക്ഷകരായി ശ്രീ കുറുമ്പ ഭഗവതിയും ശ്രീ പൂതക്കോട് ഭഗവതിയും നിലകൊള്ളുന്നു. അതിൽ ചെറുപ്പക്കാരായ ഞങ്ങളാണ് ഈ ക്ഷേത്രവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് ദേശത്തിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട്. അതുകൂടി എടുത്തു പറയണം. കാരണം ഞങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ദേശം ഞങ്ങളോടൊപ്പം പരിപൂർണമായും സഹകരിക്കാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭക്തന് വന്നാൽ എല്ലാ ദൈവങ്ങളെയും, നമ്മുടെ മതാചാരപ്രകാരമുള്ള എല്ലാ ദൈവങ്ങളെയും കാണാനും വണങ്ങാനും അർച്ചനകൾ ചെയ്യാനുമുള്ളൊരു സാഹചര്യം ഈ ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിലുണ്ട്. അതോടൊപ്പം വിട്ടുപോയ ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട യാത്ര ദേശത്ത് നിന്ന് പോകാറുണ്ട്. ഒപ്പം തന്നെ അയ്യപ്പൻ വിളക്ക്, ദേശത്തിൻ്റെ അയ്യപ്പൻ വിളക്കും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മതാചാരപ്രകാരം നടക്കേണ്ട എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നടത്തി വരാറുള്ളത്. അതിന് ഈ ദേശം മുഴുവൻ നമ്മളോടൊപ്പം ഈ കമ്മിറ്റിയോടൊപ്പം സഹകരിക്കാറുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. എൻ്റെ പേര് ഹരിനാരായണൻ. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വടക്കോട്ട് തിരിഞ്ഞിട്ടുള്ള ഭദ്രകാളിയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളിലൊന്ന് ഭദ്രകാളിയും ശിവനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഉപദേവന്മാരായിട്ട് ഗണപതി, അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, നാഗങ്ങൾ, ഇതൊക്കെയാണ് ഉപദേവന്മാർ. പ്രധാന വഴിപാടുകൾ ശിവന് രുദ്രാഭിഷേകം, പ്രദോഷ ദിവസങ്ങളിൽ രുദ്രാഭിഷേകം, പിന്നെ ആയില്യത്തിനുള്ള നൂറമ്പാലം പൂജകൾ, ഇതൊക്കെയാണ് പൂജകൾ വരിക. നിത്യപൂജ 2 നേരം ഓരോ പൂജയാണുള്ളത്. ഭഗവതിക്ക് കടുമധുര പായസം, ഇതൊക്കെയാണ് വഴിപാടുകൾ വരിക. രാവിലെ അമ്പലം 5:30 തുറക്കും. 9 മണി വരെയാണ് അമ്പലത്തിൻ്റെ രാവിലത്തെ സമയം. വൈകുന്നേരം 5:30 മുതൽ 7 വരെയാണ് അമ്പലത്തിൻ്റെ സമയം. 6:40 വൈകുന്നേരത്തെ ദീപാരാധന. രാവിലത്തെ ദീപാരാധന പറയുന്നത് 8 മണിക്കാണ്. വിശേഷ ദിവസങ്ങളിൽ അതിനനുസരിച്ച് തിരക്കിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. പാലക്കാട് നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്താണ് തൃശ്ശൂർ ജില്ലയുടെ, നമ്മുടെ ജില്ലയും തൃശ്ശൂർ ജില്ലയും കൂടി യോജിക്കുന്ന തിരുവില്ലാമല. അവിടുന്ന് 8 കിലോമീറ്റർ ദൂരമാണ് തരൂർ ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. തിരുവില്ലാമല തൃശ്ശൂർ പ്രദേശമാണ്. രാമൻ്റെ വില്ലാതിരി ക്ഷേത്രമുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ തരൂർക്ക്. അതാണുള്ളത്. പിന്നെ പഴയന്നൂരിൽ നിന്ന് വേണമെങ്കിലും വരാം. അതിപ്പോൾ ഇവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് വന്നാലും എളുപ്പ വഴിയാണ്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും എത്താൻ വളരെ അടുത്ത ഒരു
പ്രദേശമാണ് തരൂർ എന്ന പ്രദേശം. അപ്പോൾ തരൂരിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അറിയാമല്ലോ, സാംസ്കാരികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൂടി എടുത്തു പറയണം. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വളരെ ഗാന്ധിജിയോടേറെ സാമാന്യമുള്ള ഒരു പ്രതിമ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കാരണവന്മാർ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കാണുന്നത് ഗാന്ധിജിയാണ്, മനസ്സിലായോ? അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ തലമുറയ്ക്ക്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാരണവന്മാർ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ, അതിനൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം പുസ്തകങ്ങൾ അവിടെയുണ്ട്. അതിന് എല്ലാ സാംസ്കാരിക പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് തരൂർ എന്ന് പറയാതെ വയ്യ. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതും ഇതിനോട്, അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് തരൂർ എന്ന് പറയുകയാണ്. കാരണം ഇവിടെ പഞ്ചായത്തുണ്ട്, തൊട്ടപ്പുറത്ത് വില്ലേജുണ്ട്, തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസുണ്ട്, ഇപ്പുറത്ത് തന്നെ താലൂക്കിലെ തന്നെ പ്രശസ്തമായ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ആയുർവേദ ആശുപത്രി, അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് തരൂർ. ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾക്കായി കൈമാറിയ ഒരു എന്താ പറയുക, ഒരു സമ്പത്താണ്. അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൂ.